അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, നമുക്ക് അള്ളാഹു ജീവിതത്തിൽ സുഖ ദോഷ സമ്മിശ്രമായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്നാൽ ചില ദുഃഖങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇരന്നു വാങ്ങുക എന്ന് പറയും. ശ്രദ്ധിച്ച് ഓഡിയൻസ് കേൾക്കണം. നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ വിളിച്ചു വരുത്താറുണ്ട്. അത് ഈ റമളാനിൽ റമളാനെ സാക്ഷി നിർത്തി നമുക്കങ്ങ് ഒഴിവാക്കാം ഇൻഷാ അല്ലാഹ്. അതിന് ദാരിദ്ര്യം ഉണ്ടാക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു വിളക്ക് നമ്മൾ ഊതിക്കെടുത്താൻ പാടില്ല. മണ്ണെണ്ണ വിളക്കാകട്ടെ, നമ്മൾ കത്തിച്ച് നമ്മളെ കറണ്ട് പോകുന്ന സമയങ്ങളിൽ മെഴുകുതിരിയാകട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? ഊതിക്കെടുത്തുകയാണ് ആ വിളക്ക് എങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. ശരീരത്തിൽ വസ്ത്രം ധരിച്ച നിലയിൽ തുന്നുക. നമ്മുടെ ബട്ടൺസൊക്കെ പൊട്ടിപ്പോകുമ്പോൾ ശരീരത്തിൽ നമ്മൾ വസ്ത്രം ധരിച്ച രീതിയിൽ നമ്മൾ തുന്നുകയോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ കൊണ്ട് തുന്നിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അത് കാരണമായിട്ട് ആ മുതലാളി ചിലപ്പോൾ തൊഴിലാളിയായി മാറാൻ കാരണമാകും. അള്ളാഹു കാക്കട്ടെ. ഇത് ദീനാണ്, ഹബീബ് പഠിപ്പിച്ചതാണ്, പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. ക്ഷണിക്കപ്പെടാതെ ദാരിദ്ര്യം നിന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ അതൊരു കാരണമാകും. രാത്രി വീട് അടിച്ചു വാരുക. സ്ത്രീകൾ സഹോദരിമാർ ശ്രദ്ധിക്കുക. പകല് ചിലപ്പം ഏതെങ്കിലും തൊഴിൽശാലകളിൽ പോയി പണിയെടുത്ത് രാത്രി വന്ന് 6:30 മുതൽ രാത്രി 11 മണി വരെയുള്ള ഫർളായ സീരിയലുകൾ മുഴുവനും അത് കാണണം. അത് കണ്ടിട്ട് വന്നിട്ടായിരിക്കും വീട് അടിച്ചു വരുന്നത്. കാരണം സീരിയൽ അവർ ആക്കില്ല, നിസ്കാരം ആക്കിയാലും. അപ്പോൾ അങ്ങനെയുള്ളവർ രാത്രിയിലാണ് ഈ വീട് അടിച്ചു വാരുന്നതെങ്കിൽ ദാരിദ്ര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചൊരു ഉറക്കം ഇപ്പോൾ ഡോക്ടർമാർ 6 മണിക്കൂർ മതി ഒരു മനുഷ്യന് ഉറങ്ങാൻ. മാക്സിമം പോയാൽ ഒരു 8 മണിക്കൂർ വരെയൊക്കെ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നവരുണ്ടാകാം. പക്ഷേ അമിതമായി നീ ഉറങ്ങിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. പിന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഒന്നുകൊണ്ടും മറയില്ലാതെ നഗ്നനായിട്ടാണ്, പരിപൂർണ നഗ്നനായിട്ടാണ് കിടക്കുന്നത് എങ്കിൽ ആ കാരണം കൊണ്ട് നിന്റെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ധാരാളം അമുസ്ലിം സഹോദരങ്ങളും കേൾക്കുന്നതായി പലരും വിളിച്ച് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. അവരും സൂക്ഷിക്കുക. ജനാപത്തുകാരനായി ഭക്ഷിക്കൽ, വലിയ ശുദ്ധി ഉണ്ടായി. പിന്നെ അവൻ്റെ ആദ്യത്തെ കടമ കർത്തവ്യം എന്ന് പറയുന്നത് അവൻ പോയി കുളിക്കലാണ്. ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാതെ അവൻ വന്ന ആഹാരം കഴിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. ഉള്ളിയുടെ തൊലി കത്തിക്കുക. ഉള്ളിത്തൊലി കത്തിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്ന കത്തിച്ചാൽ ദാരിദ്ര്യമുണ്ടാകും. അടിച്ചു വാരിയത് പുറത്തുകൊണ്ട് കളയാതെ ഈ മലിന വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ കൂട്ടിയിട്ടാൽ അത് കാരണമായിട്ട് ദാരിദ്ര്യമുണ്ടാകും. മശായിഖന്മാരുടെ മുന്നിലൂടെ അനാദരവോടെ നടക്കൽ. അത് നമ്മുടെ പരിസര പ്രദേശത്തുള്ള മഹാന്മാക്കളാകട്ടെ, അല്ലാത്തവരാകട്ടെ, ഏർവാടി ശുഹദാക്കളാകട്ടെ, ആറ്റാങ്കര മഹത്തുക്കളാകട്ടെ, ചാത്തനാങ്കുള സാദാത്യങ്ങളാകട്ടെ, മഹാന്മാക്കൾ ആരോ ആകട്ടെ, അവരുടെ മുന്നിലൂടെ അനാദരവോടുകൂടി ബഹുമാനമില്ലാതെ നടന്നാൽ നിന്നെ ദാരിദ്ര്യം കൊണ്ട് ശിക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെ പേര് വിളിക്കൽ. ഇപ്പോഴത്തെ കൊച്ചു കുട്ടികളൊക്കെ നമ്മുടെ പേര് വിളിച്ചിട്ട് മാതാപിതാക്കളെ പേര് ചൊല്ലി, വാപ്പാന്ന് വിളിച്ചാലും നമ്മുടെ പേരും കൂടെ ചേർത്ത്, നൗഷാദ് എന്നാണ് വാപ്പാടെ പേരെങ്കിൽ നൗഷാദ് വാപ്പ, അഷറഫ് വാപ്പ എന്നൊക്കെ പറയുന്നത് പോലെ ആ പേര് ചൊല്ലി മാതാപിതാക്കളെ വിളിച്ചാൽ, കുട്ടികൾ വിളിച്ചാൽ അവിടെ ദാരിദ്ര്യമുണ്ടാകും. ചിലന്തി വല നമ്മുടെ വീട്ടിലുണ്ട് എന്ന് സങ്കല്പിക്കുക. അത് തട്ടാത്ത നിലയിൽ അവിടെ തന്നെ ഉപേക്ഷിച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. പിന്നീട് പള്ളിയിൽ നിന്നും ധൃതിയിൽ പുറത്തു പോവുക. പിന്നെ പള്ളിയിൽ നിന്നും ധൃതിയിൽ പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ ജുമാ നിസ്കാരത്തിന് ഇമാമ് 2ാമത്തെ സലാം വീട്ടുന്നതിന് മുമ്പ് ഈ ജുമാ നിസ്കരിക്കാൻ വന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ പള്ളിയുടെ ഗേറ്റ് കടന്നിട്ടുണ്ടാകും. കണ്ണുകൊണ്ട് കണ്ട കാര്യം ഈ പറയുന്നത്. അപ്പോൾ പുറകിൽ അന്നേരം ഈ പറയുന്നത്? അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇമാമ് 1ാമത്തെ സലാം വീട്ടി കഴിയുന്നതിന് മുമ്പ് അവൻ 2ാമത്തെ സലാമം വീട്ടി, നമ്മൾ 2ാമത്തെ സലാമം വീട്ടി അസ്തഗ്ഫിറുല്ലാഹൽ അദീം 3 പ്രാവശ്യം പറഞ്ഞ് ഇങ്ങനെ ബാക്കി ഇരിക്കുന്നവർ വീടെത്തിക്കഴിഞ്ഞിരിക്കുക. ആ പരിസരത്ത് പോലും കാണത്തില്ല. നീ എന്താ പള്ളിയിൽ നിന്ന് കാണാഞ്ഞെന്ന് ചോദിച്ചാൽ പറയും, സലാം വീട്ടുന്നതിന് മുമ്പ് അവിടുന്ന് സ്ഥലം വിട്ടു. കാരണം എന്താ? ക്ഷമയില്ല നിസ്കാരത്തിൽ. അങ്ങാടിയിൽ നേരത്തെ പോവുകയും വൈകി വരികയും ചെയ്യുക. അങ്ങാടിയിൽ നേരത്തെ പോവുക. മീൻ വാങ്ങണമെന്നും പറഞ്ഞു പോയി അവിടെ ഉള്ള ഹറാമേത്തുകളെല്ലാം കാണിച്ചു കൂട്ടി മീൻ വാങ്ങിച്ചാലും മീൻ കറി വെക്കേണ്ട സമയമായാലും കാക്ക വീട്ടിൽ വരില്ല, താത്തായി വീട്ടിൽ വരില്ല.
അങ്ങനെ അങ്ങാടിയിലേക്ക് വൈകിപ്പോയി, നേരത്തെ പോയി വൈകി വരിക. നമ്മൾ മുടി ചീകുമ്പോൾ ചീർപ്പ് പൊട്ടിയതാകാതിരിക്കാൻ സാധിക്കും. പൊട്ടിയ ചീർപ്പ് കൊണ്ടാണ് ഞാൻ നിങ്ങളെ മുടി ചീകി ഒതുക്കുന്നത് എങ്കിൽ പിന്നെന്താണ്, ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇപ്പം പിന്നെ മുടി അങ്ങനെ അധികം ആർക്കും ചീപ്പണ്ടുള്ള അവസ്ഥയില്ല. കൂടുതൽ കഷണ്ടിയും ഹെയർ ഫിക്സിങ്ങും ഒക്കെ അള്ളാഹു നമ്മുടെ സ്വന്തം ജന്മനാ ഉള്ള മുടി അള്ളാഹു നല്ല രീതിയിൽ തന്ന് അനുഗ്രഹിക്കട്ടെ, നിലനിർത്തി. അങ്ങനെ പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചീകിയാൽ ദാരിദ്ര്യമുണ്ടാകും. പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരിക്കുക. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. പിശുക്ക് കാണിക്കുക. ആവശ്യമുള്ള ചിലവഴിക്കേണ്ട സ്ഥലത്ത് ചിലവഴിക്കാതിരിക്കുക. 100 രൂപയുടെ മീൻ വാങ്ങിക്കേണ്ടിയുള്ള സ്ഥാനത്ത് 50 രൂപയുടെ മീൻ വാങ്ങുക. ഒരു ഫക്കീറായ മനുഷ്യൻ വന്ന് കൈ നീട്ടുമ്പോൾ അയാൾ യാചകനാണ്, അയാൾക്ക് കൊടുക്കേണ്ടിയുള്ള ആളാണ്. പക്ഷേ അയാൾക്ക് കൊടുക്കേണ്ടതിലും കുറച്ച് പൈസ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. ദുർവ്യയം ചെയ്യുക. 500 ചെലവാക്കേണ്ടിയുള്ളിടത്ത് 1000 രൂപ ചെലവാക്കുക. 10000 രൂപ ചെലവഴിക്കേണ്ടിയുള്ളിടത്ത് 25,000 ചെലവാക്കുക. അപ്പോൾ നമ്മുടെ കല്യാണ വീടുകളിൽ വീഡിയോയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദുർവ്യയമാണ്. അത് ഭാവിയിൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാക്കുമെന്ന് മഹാന്മാക്കൾ പഠിപ്പിക്കുന്നു. പിന്നെ അവസാനമായിട്ട് പറഞ്ഞു, ചിലവഴിക്കേണ്ടതിന് ചിലവഴിക്കാതിരിക്കുക. ചിലവഴിക്കേണ്ടിയുള്ള ആ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലവഴിക്കണം. അതിൽ ഒന്നാണ് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. റമളാനാണ്, നമ്മുടെ വീടുകളിൽ ഒരുപാട് ഫക്കീറന്മാർ മിസ്കീന്മാർ വരും. മുതലാളി എന്താ ചെയ്യുന്ന കഥകങ്ങ് അടയ്ക്കുക. എന്നിട്ട് പറയും മീൻ വാങ്ങിക്കാൻ പോലും കാശില്ല. എന്താ ഇയാളെ ബാങ്കിൽ കിടക്കുന്ന കാശ് കോടിക്കണക്കിന് രൂപയായിരിക്കും. പക്ഷെ അയാൾ പറയുന്നത് എന്താണ്, ചായ കുടിക്കാൻ പോലും കാശില്ലെന്നും പറഞ്ഞ് വരുന്ന ഫക്കീറന്മാരെ അവിടുന്ന് വിരട്ടി ഓടിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭിക്ഷക്കാരെ വിരട്ടരുത്, അവരുടെ പിറകെ നിങ്ങൾ പോകരുത്, ചെകഞ്ഞന്വേഷിക്കരുത്. കാരണം നമ്മുടെ നിയ്യത്ത് നല്ലതാക്കി നമ്മൾ കൊടുക്കുക. അവൻ വ്യാജനാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് അള്ളാഹു കൂലി തരും. അവരെ വിരട്ടാൻ പാടില്ല, അവരുടെ പിറകെ നമ്മൾ ഫോളോ ചെയ്ത് പോകാൻ പാടില്ല. അതുപോലെ തന്നെ ദുഃഖമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കുക. ഇപ്പം ഞാൻ തലപ്പാവ് ധരിച്ചിട്ടുണ്ട്, ഇരുന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ തലപ്പാവ് ധരിക്കുന്ന സമയത്ത് ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കാൻ പാടില്ല, അത് നിന്നുകൊണ്ട് തന്നെയാകണം. പല്ലുകൊണ്ട് താടി രോമം മുറിക്കാൻ പാടില്ല. ഈ താടി രോമം എൻ്റെ പല്ലുകൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, കടിച്ചു മുറിക്കാൻ പാടില്ല. അങ്ങനെ കടിച്ചു മുറിച്ചാൽ അക്കാരണമായിട്ട് ദുഃഖം ഉണ്ടാകും. വാതിലിൻ്റെ ഉമ്മറപ്പടിയിലിരിക്കുക. ഐഷായും ഖദീജായും ഫാത്തിമായും സൈനബ താത്തായും എല്ലാവരോടെ കൂടിയ വാതിൽപ്പടി ഇരിക്കുകയും ചെയ്യും, 10 കല്യാണം മുടക്കുകയും ചെയ്യും. അങ്ങനെ വാതിൽപ്പടിയിൽ ഇരുന്ന് നിങ്ങൾ സംസാരിക്കരുതെന്നല്ല, വാതിൽപ്പടിയിൽ ഇരിക്കാനേ പാടില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിന് ദുഃഖമുണ്ടാകും. വസ്ത്രത്തിൻ്റെ തല കൊണ്ട് മുഖം തുടയ്ക്കുക. നമ്മൾ പല ഹോട്ടലുകളിലൊക്കെ ആൾക്കാർ വന്ന് കണ്ടിട്ടുണ്ട്. നമ്മൾ കൈ കഴുകിയിട്ട് ആ ഉടുത്തിരിക്കുന്ന മുണ്ട് തന്നെ ഇങ്ങനെ സകലമൊന്ന് ഉയർത്തിയിട്ട് ഇങ്ങനെ മുഖം തുടയ്ക്കും. അത് ചെയ്യാൻ പാടില്ല. ഞാനും നിങ്ങളും അബദ്ധവശാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ തന്നെ 2 കാര്യങ്ങളും കൂടെ ഓടിച്ചു പറയുകയാണ്. മുട്ടയുടെ പുറംതോടിൽ ചവിട്ടി നിൽക്കുക, വലത് കൈ കൊണ്ട് ശുചീകരിക്കുക, മക്ബറയിൽ വെച്ച് ചിരിക്കുക. മക്ബറയിൽ വെച്ച് ഒരാൾ ചിരിച്ചാൽ അത് കാരണമായിട്ട് അയാൾക്ക് പരിഭ്രമം, വസുവാസ്, പേടി, ചിലപ്പോൾ ഭ്രാന്തുമായി മാറാൻ അത് കാരണമാകും. അള്ളാഹു കാക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ റമളാനിൽ വലിയ അറിവും അമലും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങളിൽപ്പെട്ട ഈ സഹോദരൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ജീവിതത്തിൽ പകർത്തണം. അതാദ്യം എൻ്റെ സ്വന്തം ശരീരത്തോടും ശേഷം മാത്രം നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. എനിക്കും കുടുംബത്തിനും എൻ്റെ ഗുരുനാഥന്മാർക്കും വേണ്ടി ദുആ ചെയ്യുക. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.